വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. പത്മജ വേണുഗോപാൽ BJPയിലേക്ക് വരാൻ വേണ്ടി തയ്യാറായപ്പോൾ വലിയ രീതിയിലുള്ള എതിർപ്പുകളാണ് പല മേഖലകളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ സഹോദരൻ തന്നെ വളരെ മ്ലേച്ഛമായ രീതിയിൽ, മോശമായ രീതിയിൽ സംസാരിക്കുകയാണ്. ഒരു തലമുതിർന്ന പാർട്ടി പ്രവർത്തകൻ, ഉത്തരവാദിത്തമുള്ള ഒരു പ്രവർത്തകൻ, സാധാരണ പ്രവർത്തകനല്ല, വളരെ കൃത്യമായ ഉത്തരവാദിത്ത ബോധമുണ്ടായിരിക്കേണ്ട ഒരാളാണ്, MP ആണ്. അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിച്ചത്? എൻ്റെ സഹോദരിയുടെ സ്ഥാനം പോലും ഞാൻ എനിക്ക് കൊടുക്കില്ല. അതൊരു ഫാസിസ്റ്റ് മനോഭാവമല്ലേ? അങ്ങനെ പറയാൻ വേണ്ടി പാടുണ്ടോ? രാഷ്ട്രീയ അന്ധത ബാധിച്ചിരിക്കുകയാണ് മുരളീധരന്. മുരളീധരൻ രാഷ്ട്രീയ അന്ധത ബാധിച്ചിരിക്കുന്ന വെറും ഒരു നാലാംകിട രാഷ്ട്രീയക്കാരനായിട്ട് അധപ്പതിച്ചിരിക്കുകയാണ്. അദ്ദേഹം ആ രാഷ്ട്രീയ അന്ധതയൊക്കെ ഒന്ന് മാറ്റണം. തൻ്റെ പൂർവ്വകാലത്തെ പറ്റിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. എത്ര പ്രാവശ്യം പാർട്ടി മാറിയിട്ടുണ്ട്? ഇന്ന് CPIയുടെ എതിർപ്പ് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ പറയുന്ന വ്യക്തി ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി ഇരിക്കേണ്ട ആളല്ലേ? ഇടതുപക്ഷത്തിൻ്റെ കൂടെ, മുന്നണിയുടെ കൂടെ ചേരാൻ വേണ്ടി എല്ലാ പടിക്കലും എല്ലാ വാതിൽക്കലും മുട്ടി നടന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ? എൻ്റെ സഹോദരി പാർട്ടി മാറിക്കഴിഞ്ഞാൽ ആ സഹോദരി ബന്ധം വരെ എനിക്ക് ഉണ്ടാകില്ല എന്നുള്ളത് അതെന്തൊരു മര്യാദയാണ്? അങ്ങനെയാണെങ്കിൽ പത്മജ ഇദ്ദേഹം പാർട്ടി മാറിയ സമയത്തോ സഹോദര ബന്ധം ഉപേക്ഷിച്ചിട്ടുണ്ടോ? അതൊരു രാഷ്ട്രീയ മര്യാദയാണോ? അതൊരു ഫാസിസ്റ്റ് രീതിയല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്. പാർട്ടി മാറിയാൽ ഊര് വിലക്ക് കൽപ്പിക്കുക, കുടുംബത്തിൽ നിന്ന് പുറത്താക്കുക. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതിയാണ്. ആ ഫാസിസ്റ്റ് മനോഭാവമാണ് മുരളീധരൻ വെച്ചുകൊണ്ടിരിക്കുന്നത്. അത് അത്യന്തം അപലപനീയമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പുതിയ ചങ്ങാതി പറഞ്ഞിരിക്കുകയാണ്, റോഡിലിറങ്ങി നടക്കാൻ പറ്റില്ല, സമ്മതിക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ വ്യാജ പ്രസിഡന്റ് വലിയ വർത്തമാനമൊന്നും പറയണ്ട. കേരളത്തിൻ്റെ റോഡിലൂടെ ആര് നടക്കണം, ആരോ ഓടണം എന്നുള്ളത് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾക്കൊന്നും നിയന്ത്രിക്കാനൊന്നും പറ്റില്ല. രാഹുൽ മാങ്കൂട്ടം എന്താ വിചാരിച്ചിരിക്കുന്നത്? യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായത് മുഴുവൻ വ്യാജ കാർഡുകൾ ഉണ്ടാക്കിക്കൊണ്ട് അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യൻ. അയാളാണ് ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. BJPയിലേക്ക് കടന്നു വന്ന ഒരാൾ, അദ്ദേഹം റോഡിലൂടെ യാത്ര ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് അത് രാഹുൽ മാങ്കൂട്ടം അതിനൊന്നും ആയിട്ടില്ല എന്ന് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം, നിങ്ങൾ ആ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ അവിടെ ഇരുന്നു കൊണ്ട് വലിയ വിടുവായിത്തരമൊന്നും പറയണ്ട. BJPക്കാർ എങ്ങനെ നടക്കണം എന്നുള്ളത് അത് ഞങ്ങൾക്കറിയാം, നന്നായി തീരുമാനിക്കാൻ. അത് നിങ്ങൾ അതിൽ കയറി ഇടപെടുകയൊന്നും വേണ്ട. അദ്ദേഹം പിതൃത്വത്തെ സംശയിച്ചിരിക്കുകയാണ്. എന്താ പറഞ്ഞത്? നല്ല തന്തയ്ക്ക് പിറന്നവളല്ല അല്ലേ? ആരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അധിക്ഷേപിച്ചിരിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ അധിക്ഷേപിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള നേതാവായിരുന്ന കരുണാകരനെയാണ്. അദ്ദേഹത്തിന്റെ പിതൃത്വത്തെയാണ് രാഹുൽ മാങ്കൂട്ടം ചോദ്യം ചെയ്തിരിക്കുന്നത്. ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാർ ചോദിക്കണം. മുരളീധരൻ അദ്ദേഹത്തിന്റെ പിതാവിനെതിരെയാണ് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മുരളീധരൻ മറുപടി പറയണം. പിതൃത്വത്തെ പറ്റി പറയുന്നു. എത്ര മ്ലേച്ഛമായ രീതിയിലാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഇതൊന്നും കണ്ടിട്ട് ഇവിടെ 100 കണക്കിന് ആളുകൾ കേരളത്തിൽ ഉൾപ്പെടെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരും. കോൺഗ്രസിൻ്റെ സമയം അസ്തമിച്ചിരിക്കുന്നു. ഇപ്പോൾ അഭിമന്യു വധവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്ത, അതുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ രേഖകൾ കോടതിയിൽ നിന്ന് കാണാതായിരിക്കുന്നു. കോടതിയിൽ നിന്ന് എങ്ങനെയാണ് രേഖകൾ കാണാതാകുക? അഭിമന്യു കേസിൽ CPM പോപ്പുലർ ഫ്രണ്ട് ധാരണയുണ്ട് എന്ന് അന്നേ ഞങ്ങൾ പറഞ്ഞതാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ കൊടും ക്രിമിനലുകളെ, തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യാതെ, അതിൻ്റെ ഗൂഢാലോചനകളിലേക്ക് കടക്കാതെ ആ കേസ് തേച്ചുമാച്ച് കളയാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളത് യുവമോർച്ചയും BJPയും പണ്ടേ ചൂണ്ടിക്കാണിച്ചതാണ്. അത് കൃത്യമായും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. CPMഉം പോപ്പുലർ ഫ്രണ്ടും തമ്മിലുള്ള അന്തർധാര വെളിപ്പെട്ടിരിക്കുകയാണ്.